തേപ്പിനെ പറ്റി ഉസ്താദിന്റെ അഭിപ്രായം എന്താ? എന്ത് തേപ്പ്? ഈ പെണ്ണുങ്ങളെ തേക്കൂലേ? തേക്കൂലേന്നാ? ഞാൻ തേച്ചിട്ടില്ല. ഏത് തേപ്പാടാ? കല്യാണത്തിന് മുമ്പാണോ ശേഷാണോ? കല്യാണത്തിന് മുമ്പ്. അതെ, എന്തിനാ തേക്കണേ? സാഹചര്യം അനുകൂലമാവാണ്ട് വരുമ്പോഴേക്കുള്ള. സാഹചര്യം അനുകൂലമാകാണ്ട് വരുമ്പോ അങ്ങോട്ട് തേച്ച് കളയല്ലേ? അതായത് നമ്മൾ ഈ പ്രണയിക്കുന്നത് എന്തിനാ? ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്ന എന്തിനാ? അവരോടൊപ്പം കഴിയാമെന്നൊരിതില്. എപ്പോ? കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനുള്ള ഒരു ആരാധനയാണ്, ഇബാദത്താണ് അല്ലേ? അപ്പൊ അള്ളാഹുവിനുള്ള ഇബാദത്തിലേക്ക് കളങ്കം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇബാദത്തിലൂടെ പിന്നെ നമുക്ക് സമാധാനം കിട്ടും? ആ ഇബാദത്ത് ശരിയാവോ? അതായത് കല്യാണം കഴിക്കണ സമയത്ത് നിബന്ധനകളുണ്ട്. ചെക്കനും പെണ്ണും ഈ രണ്ടു പേരും വ്യത്യസ്തരാണ്. അവര് മുമ്പ് പ്രണയിച്ച് ഒരുമിച്ച് നടന്നവരൊന്നും ആകരുത്. അവര് വ്യത്യസ്തരായ മനുഷ്യരാണ്. പെണ്ണ് കാണുന്ന സമയത്ത് സംസാരിക്കാൻ ഇഷ്ടപ്പെടാം. ആ ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെയുള്ള സംസാരങ്ങൾ പോലും കല്യാണം കഴിഞ്ഞിട്ടാവണം. അപ്പൊ അല്ലാതെയുള്ള സംസാരങ്ങൾ പോലും ഹറാമാണ്. അപ്പൊ പിന്നെ എങ്ങനെ പ്രേമിച്ചെടുക്കാന്ന് പറയുന്നത്? മനസ്സിലായോ? അപ്പോ തേക്കണം. തേച്ചാ കൂലി കിട്ടും. ആർക്ക് വേണ്ടി തേക്കണം? എങ്ങനെയാ തേക്കണ്ടത്? അതായത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് ഈ സത്യം തിരിച്ചറിയുമ്പോ അവളോട് പറയാം, മോളെ ഇത് ഹറാമാണ്. നമ്മളറിയാതെ ഇത്രയും നാള് പരസ്പരം സംസാരിച്ചിരുന്നു, മെസ്സേജ് ചെയ്തിരുന്നു, വളരെ അടുത്തിടപഴകിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തിരിച്ചറിഞ്ഞു ഇത് ഹറാമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ വെച്ച് ഇതൊക്കെ നിർത്താം. നമ്മുടെ മനസ്സിൽ ഈ ഇഷ്ടം നിലനിൽക്കട്ടെ. നമുക്ക് പരസ്പരം നമ്മുടെ പാരന്റ്സിനോട് പറയാം. എന്നിട്ട് അല്ലാഹ് ഖളാ ആക്കിയാൽ ഹൈറാണെങ്കിൽ നമ്മുടെ കല്യാണം നടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം അള്ളാഹ്ക്ക് വേണ്ടി. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് സ്ട്രഗ്ലിംഗ് പീരീഡ് വരാനുണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടമാണത്. ആ സമയത്ത് സന്തോഷം കിട്ടണമെങ്കിൽ ആര് തരണം? അള്ളാഹ് തരണം. അപ്പൊ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ പ്രണയിച്ച് ഹറാമിലൂടെ കല്യാണത്തിലേക്ക് വന്നാല് ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ നമുക്ക് സമാധാനം കിട്ടൂല. അപ്പൊ ജീവിതം തകരും. ധൈര്യമായിട്ട് തേച്ചോടാ. സെറ്റല്ലേ?